നിർമ്മാണം പുരോഗമിക്കുന്ന കൊല്ലം ജില്ലയിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. ഇവിടെ യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുവരാം. കൊല്ലം ജില്ലയിൽ ദേശീയപാത ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ അതിർത്തിയായിട്ടുള്ള കടമ്പാട്ടുകോണത്ത് നിന്നാണ്. കടമ്പാട്ടുകോണത്ത് നിന്ന് ഓച്ചിറ വരെയാണ് ഈ കൊല്ലം ജില്ലയിലെ ദേശീയപാത. ദേശീയപാതയിലെ ഈ പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ഈ റോഡിലൂടെ ഒരു യാത്ര ചെയ്യുകയാണ്. ഈ 4-5 മാസമായിട്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ്. തുടങ്ങിയിട്ടിപ്പോൾ ഒരു കൂടിപ്പോൾ 8 മാസം 9 മാസം അതിൻ്റെ ഇടയിൽ തന്നെ എത്ര കടകളാണ് പൂട്ടിപ്പോയത്. കടമ്പാട്ടുകോണത്ത് നിന്ന് ആരംഭിച്ച നമ്മുടെ യാത്ര ചാത്തന്നൂരും പിന്നിട്ട് കൊട്ടിയത്തേക്ക് എത്തിയിരിക്കുന്നു. കൊല്ലം ജില്ലയിൽ ദേശീയപാതയിൽ ഏറ്റവും അധികം തിരക്കുള്ള ഒരു പ്രദേശമാണ് കൊട്ടിയം ജംഗ്ഷൻ. ഇവിടെ മേൽപ്പാത നിർമ്മിച്ചിട്ടുണ്ട്, ആ പാലങ്ങളുണ്ട്. പാലത്തിനടിയിലൂടെ വാഹനം കടത്തിവിടാൻ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ നന്നേ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. വണ്ടിയാണ് ഏറ്റവും വലിയ കുഴപ്പം. വണ്ടി ഇവിടെ നിർത്താൻ പറ്റത്തില്ല. ഇവിടുന്ന് വയനാട് റോഡിൽ നിന്ന് വണ്ടി കയറി വരുന്നതും പിന്നെ അതിലിങ്ങനെ കറങ്ങി വരുന്നതും, ചാത്തന്നൂരിൽ നിന്ന് വരുന്ന വണ്ടി, തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വണ്ടി, ചിലപ്പോൾ ഈ കുണ്ട്ര പോകുന്ന വണ്ടി ഇങ്ങനെ കറങ്ങിയാണ് വരുന്നത്. നല്ല ബ്ലോക്ക് ഉണ്ട് ഇവിടെ. കൊട്ടിയത്തെ ജനങ്ങൾ ദുരിതം കണ്ട ശേഷം നേരെ എത്തുന്നത് കൊല്ലം ബൈപ്പാസിലേക്കാണ്. ബൈപ്പാസിലെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത കഴിഞ്ഞ ദിവസവും മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ്. കായൽ മണ്ണ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ പാത നിർമ്മിക്കുന്നത്. ചെമ്മണ്ണ് ഉപയോഗിച്ച് പാത നിർമ്മിക്കണം എന്നാണ് ചട്ടം. എന്നാൽ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, അഷ്ടമുടിക്കായലിൽ നിന്നുള്ള മണ്ണ് ഉപയോഗിച്ച് നിർമ്മിച്ച പ്രദേശമാണ്. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയുണ്ടായിരുന്നു. ആ മഴയിൽ ഈ കായൽ മണ്ണ് പുറത്തേക്ക് ഒലിച്ചു പോകുന്ന അവസ്ഥയാണ്. ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു അപകടമുണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത്. പഴയ നീണ്ടകര പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് പുതിയ പാലങ്ങൾ നിർമ്മിക്കുന്നത്. ഒരു പാലത്തിൻ്റെ നിർമ്മാണം ഏകദേശം 70% പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ പാലത്തിൻ്റെ പണികൾ ഒരു 40% പോലും ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഡിസംബർ മാസത്തിൽ എങ്ങനെ തീരുമെന്ന് പറയും. ഇവിടുത്തെ അടിപ്പാതയുടെ കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല. ഒരു രീതിയിലും നമുക്ക് ആ വാർത്ത ഉൾക്കൊള്ളാക്കത്തില്ല. 2026 പോലും തീരുമെന്നുള്ള സംശയത്തിലാണ് ഞങ്ങൾ. 2 ഫ്ലൈ ഓവറുകളിലായി 4 വരി പാതയാണ് കരുനാഗപ്പള്ളിയിൽ നിർമ്മിക്കേണ്ടത്. പക്ഷേ എനിക്ക് വീട്ടിൽ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, ആ ഫ്ലൈ ഓവറിൻ്റെ തൂണിൻ്റെ നിർമ്മാണം പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഡിസംബറിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ജനങ്ങൾക്ക് വേണ്ടി പാത തുറന്നു കൊടുക്കാനാവുക? ഭയങ്കര ബ്ലോക്കാണ്. ഞങ്ങൾക്ക് ഓടാൻ പോലും പറ്റത്തില്ല. വലിയ ബുദ്ധിമുട്ടാണ്. ഈ റോഡിൻ്റെ പണി എന്ന് തീരുമെന്ന് നമുക്കറിയാൻ വയ്യ. ദേശീയപാതയിൽ കരുനാഗപ്പള്ളി ഭാഗത്തുകൂടി രാവിലെയും വൈകിട്ടും പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ കരുനാഗപ്പള്ളിയിലെ ആ ഗതാഗതക്കുരുക്കൊന്ന് കടക്കാൻ അരമണിക്കൂറും 1 മണിക്കൂറൊക്കെ വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ശനിയാഴ്ച വൈകുന്നേരങ്ങളിലാണെങ്കിലും തിങ്കളാഴ്ച പുലർച്ചയൊക്കെ ആണെങ്കിലും വലിയ രീതിയിലുള്ള തിരക്കുണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ് കരുനാഗപ്പള്ളി. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അശാസ്ത്രീയതയും അശ്രദ്ധയും മൂലം ഒട്ടേറെ ജീവനുകളാണ് ദേശീയപാതയിൽ പൊലിഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്ന ചങ്ങൻകുളങ്ങരയിൽ മാത്രം നഷ്ടമായത് 2 ജീവനുകൾ. റോഡിലെ കുഴിയിൽ വീണ് ഒരു യുവാവ് മരിച്ചപ്പോൾ അമിത വേഗത്തിലെത്തിയ ഒരു വാഹനമിടിച്ച് ഒരു യുവതിക്ക് ജീവൻ നഷ്ടമായി. കടമ്പാട്ടുകോണം മുതൽ ഓച്ചിറ വരെയുള്ള 57 കിലോമീറ്ററിലൂടെയാണ് കൊല്ലം ജില്ലയിൽ ദേശീയപാത കടന്നുപോകുന്നത്. ഇതുവരെ 40% പണികൾ പൂർത്തിയായി. ഡിസംബർ മാസത്തിനുള്ളിൽ ബാക്കി പണികൾ പൂർത്തിയാകുമോ എന്ന് പ്രവചിക്കാനാകില്ല. ഇതാണ് കൊല്ലം ജില്ലയിലെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി.